തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ദൈവം തരുന്ന അനുഭവങ്ങൾക്കായി, അനുവാദങ്ങൾക്കായി, അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളുകളായി വേർഡ് ഇൻ പവർ എന്ന ഈ ദൈവവചന ശുശ്രൂഷയെ പവർ വിഷനിൽ കൂടെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി ശ്രദ്ധിക്കുന്നവരുണ്ട്. അനേകർ ദൈവവചനം കേട്ട് ഞങ്ങളെ വിളിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. അനേകർ വേദനയോടെ വിളിക്കുന്ന വിഷയങ്ങൾ ഒത്തിരിയുണ്ട്. ദേ ഹാവ് കം ടു ദ എൻഡ് ഓഫ് ദ റോഡ്, ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം ആ പ്രാർത്ഥനയിൽ അവർക്ക് വിടുതൽ കൊടുക്കുന്നു എന്നറിയുന്നതാണ് ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ സന്തോഷം. അത് ഞങ്ങളെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായി ദൈവം ഉൾക്കരുത്തും ആത്മബലവും തരുന്നു. ദൈവം തുടർന്ന് സഹായിക്കട്ടെ. ദൈവം വാസ്തവമായി വിടുതലിൻ്റെ ദൈവം സഹായിക്കും. പരമാർത്ഥമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിനെ സ്നേഹിക്കാൻ മനസ്സുള്ളവരെയൊക്കെ ദൈവം വിടുവിക്കും. അതൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നാമത്തിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വേർഡ് ഇൻ പവർ എന്ന ഈ ശുശ്രൂഷയെ ഓർത്തുകൂടെ ഇതിൻ്റെ എല്ലാ മേഖലകളിലൂടെ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭാഗം നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ വീണ്ടും ഞങ്ങൾ ഇതിന് മാറ്റമില്ലാത്ത വചനവുമായി കർത്താവേ നിന്റെ ജനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ അനുവാദം തരുന്നതിനായി സ്തോത്രം. താങ്ക് യു ലോർഡ്. പിന്തിരിഞ്ഞു നോക്കി നന്ദി പറയട്ടെ. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, മുന്നോട്ട് അവൻ നടത്തുമല്ലോ. നിന്റെ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളിൽ കർത്താവെ നിന്റെ വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് മുന്നോട്ട് നടത്തും. വിശിഷ്യ ഈ മണിക്കൂറുകളിൽ നിന്നെ മാറ്റമില്ലാത്ത വചനം എഴുതപ്പെട്ട ആത്മാവിൽ വിളിച്ച് പറയാൻ എളിയവനും വരന്തരണം കൃപതരണം സ്വർഗീയ ജ്ഞാനത്തിൽ പരിശുദ്ധാത്മശക്തിയിൽ കാക്കണം. അതിനെ കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാ പരിവർത്തിച്ച് വിടുതലയക്കണം. തിരുനാമം മഹത്വപ്പെടണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത് വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് എൻ്റെ കർത്താവ് അവരുമായി വേർപെട്ട് പോകുന്ന ആ സമയത്ത് കൊടുത്ത ചില ഉറപ്പുകളാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ച്. അതിനോട് തുടർന്ന് ചില കാര്യങ്ങളിലൂടെ തുടർന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനെ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് അല്ലെങ്കിൽ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതെന്താണ് 16-ാമത്തെ വാക്യം? 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കുറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെന്നെക്കാൾ പിന്നെയും കുറഞ്ഞിട്ട് കാണി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, താഴ്ത്തപ്പെട്ട കർത്താവെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രത്യേകമായ ആത്മാവിനെ പകരുന്നതിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ, ദൈവമേ ശക്തിയോടെ നിന്നെ മഹത്വപ്പെടുത്താൻ കൃപ തരണേ എന്നുള്ളത്. അതാണ് ഈ വാക്യം. ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുക, അവന് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തരും. ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോമിസ്, വാഗ്ദത്തങ്ങളാണ് അല്ലേ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് കൊടുത്ത വാഗ്ദത്തങ്ങളാണ്. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെ കേട്ടോ. അപ്പം ഇവിടെ പ്രോമിസ് അബൌട്ട് ദ പവർ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം, വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശ് മരണത്തിന് മുമ്പ് ശിഷ്യന്മാരുമായി സംസാരിച്ച വചനങ്ങളാണ് നാം വായിച്ചത്, ധ്യാനിച്ചത് എന്ന് നമുക്കറിയാം. 14-ാം അധ്യായത്തിൽ മുഴുവനായിട്ട് അതുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത? ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ക്രൂശിക്കപ്പെടുമ്പോൾ തൻ്റെ ജനം ഭാരപ്പെടുമെന്നും വേദനിക്കുമെന്നൊക്കെ കർത്താവിനറിയാം. അവർ പ്രയാസത്തിലാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ അവർ നിരാശപ്പെട്ടു പോകാതിരിക്കാനാണ് അവർക്ക് ധൈര്യം നൽകുന്ന ഈ വചനങ്ങളെ ദൈവം കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതും കർത്താവിൻ്റെ മടങ്ങുവരവിനെക്കുറിച്ച് പറഞ്ഞൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചു. പ്രാരംഭവാക്യത്തിൽ അത് പറഞ്ഞായി നമ്മൾ ധ്യാനിച്ചത്. എന്നാൽ ഇന്ന് തുടർന്ന് അതിനെ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പം മുന്നോട്ട് പോകാൻ ആവശ്യമായ ശക്തി പകരുന്ന ഒരു പ്രോമിസ്, ദൈവത്തിന് സ്തോത്രം, വാഗ്ദത്തമാണ് കർത്താവ് നൽകുന്നത്. യോഹന്നാൻ 14-ന്റെ എന്നാൽ
ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന് വേറൊരു കാര്യത്തിന് എന്നൊക്കെ നിങ്ങളോടുകൂടി ഇരിക്കുകയാണ്, നിങ്ങൾക്ക് തരും. സത്യത്തിൻ്റെ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ് കേട്ടോ. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ നാമം മഹത്വം. വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗ്ഗാരോഹണത്തിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. അത് അപ്പോസ്തലപ്രവൃത്തി 1:4-5 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തും. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോടുകൂടെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. That you shall going to receive the baptism of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, അതാണ് ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം? നാം ഇപ്പോൾ വായിച്ച വേദഭാഗം തുറന്നു വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നെ അതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ട്. എന്താ 8-ാം വാക്യം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. യെസ്, യു ഷാൽ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് ഷാൽ കം അപ്പോൺ യു. നിങ്ങൾ ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും എന്നുള്ളതാണ് 1-ാമത്തെ വിഷയം കേട്ടോ. അപ്പൊ എന്തിനാ ശക്തി? അതും അറിയണ്ടേ. എന്തിനാ ശക്തി? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, ഏത് കാര്യം നടക്കണമെങ്കിൽ ശക്തി വേണം. പവർ ഇല്ല അതൊന്നും നടക്കത്തില്ല. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൊക്കെ പരിശോധിച്ച് എവരിതിങ് നീഡ് പവർ. ഈവൻ ഒരു ഫോൺ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് പവർ, അതിൻ്റെ ചാർജ് വേണം. ചാർജ് ലഭിക്കുന്നത് എങ്ങനെ? സോ ഓൾ യു നോ, ഇതെല്ലാം അറിയാം. എല്ലാത്തിനും പവർ ഇല്ലാതെ ഒന്നും നടക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഇത് ശക്തിയുടെ യുഗമാണ്. ഇത് കാളവണ്ടി യുഗമല്ല. എവരിബഡി നോസ്, എല്ലാവർക്കും അറിയാം. അപ്പം ശക്തി ഇല്ലെങ്കിൽ ഒന്ന്, പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലങ്ങളിൽ ശക്തി വേണം. ഇവിടെ കർത്താവ് പറഞ്ഞു ശക്തി എന്തിനാ? സാക്ഷികളാകാൻ. സാക്ഷികളാകുവാൻ ശക്തി വേണം. അപ്പോൾ എവിടെയാ സാക്ഷികളാകേണ്ടത്? അത് നമ്മൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചല്ലേ? യെരൂശലേം യെരൂശലേമിൽ തുടങ്ങും. യെരൂശലേം എന്ന് പറയുമ്പോൾ പാർക്കുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ഇച്ചിരി ലളിതമായി പറഞ്ഞാൽ നമ്മളെ ഭവനം നമ്മുടെ ചുറ്റുപാട്. അങ്ങനെ അങ്ങോട്ട് യെരൂശലേം, യഹൂദിയ, ശമരിയ, ആൻഡ് ടു ദി അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ അറ്റം വരെ അങ്ങ് സാക്ഷികളാകണം. ചുമ്മാ നടക്കത്തില്ല. അതിന് പവർ വേണം അല്ലേ? ഒരു വണ്ടി ഓടണമെങ്കിൽ പെട്രോൾ വേണ്ടേ? അല്ലെ ഡീസൽ വേണ്ട, ഓടുമോ? Everything need power, so we need power. പവർ, ശക്തി വേണം. കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും, നിങ്ങളുടെ മേൽ വരും. ആ ശക്തി നിങ്ങൾ ലഭിക്കണം, ആ ശക്തി പ്രാപിക്കണം. അതിന് നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് പറഞ്ഞു കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ആരുടെ സാക്ഷിയാകേണ്ട? യേശു കർത്താവിൻ്റെ സാക്ഷിയാകണം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് സാക്ഷി അതിര് വിസ്താരമായി പോകുന്ന ആ മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ സാക്ഷികളായിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇത് മാത്രമല്ല, ആത്മീയ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി അഥവാ സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മൾ പാടാറുണ്ട്, പരിശുദ്ധാത്മാവ് ശക്തി പകരണമേ, അല്ലേ? അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുക. എങ്ങനെയാണ് പാടുന്നത്? പരിശുദ്ധാത്മ ശക്തി ഇല്ലെങ്കിൽ ജീവിതം ശുഷ്കമാണ്. പല ക്രിസ്ത്യാനികൾ ഉണങ്ങിയിരിക്കുന്ന കേട്ടില്ലേ? വളരാതെ മുരടിച്ചിരിക്കുന്നത്. ദേ ഡോണ്ട് ഹാവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിനൊരു വാഞ്ച ഉണ്ടാകണം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ. പരിശുദ്ധാത്മ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരിക്കലായി ദൈവം നമുക്ക് തരുന്നതാണ്. നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് നമ്മൾ അതിനെ ഏറ്റുകൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് ചെയ്യുന്നത്. അതിനോട് നമ്മൾ യോജിക്കുക. വി ആർ ജോയിൻ ടു ദ ചർച്ച്. ആ സഭയും കർത്താവാകുന്ന തലയുമായി സഭ ബന്ധപ്പെടുമ്പോൾ നമുക്ക്, പക്ഷേ നമ്മൾ ഫില്ലിങ് ഓരോ ദിവസവും നമ്മൾ നിറയപ്പെടണം. ആത്മാവ് നിറഞ്ഞവരായി കർത്താവ് പൗലോസിൽ കൂടെ പറയുന്നത് കൊണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഈ വേദപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു താക്കോൽ വാക്യമാണ് ഈ അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞത്. ഇത് വെളിപ്പെടുത്തുന്നതാണ് നമ്മൾക്ക് ലഭിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവിൽ നിന്നാ. സഭയുടെ ശക്തി പരിശുദ്ധാത്മാവിൽ നിന്നാ.
അല്ല മറ്റൊന്നുമല്ല. സെക്കരിയാവ് 4:6 പറയുന്ന പോലെ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ. ഇതാണ് പവർ, ഇതാണ് ശക്തി, ഇതാണ് ശക്തി. സ്തോത്രം. ദൈവജനം പരിശുദ്ധാത്മ നിറവ് പല പ്രാവശ്യം അനുഭവിക്കുന്നവരാ. 1-ാം നൂറ്റാണ്ടിലെ സഭയെ സംബന്ധിച്ച് നോക്കിയപ്പം അവരൊത്തിരി ഓബ്സ്റ്റക്കിൾസും പ്രതികൂലങ്ങളും ഒക്കെ അനുഭവിച്ചപ്പോഴൊക്കെ അവർ ആത്മാവിൽ നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നത്. പത്രോസും കൂടെയുള്ളവരും ഒക്കെ. അപ്പോസ്തലപ്രവൃത്തി 2:4, 4:8, 31, 9, 17 ഒക്കെ പല പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എടുത്ത് വായിക്കാൻ സമയമില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഓർഡിനറി പീപ്പിൾ വെർ ഏബിൾ ടു ഡു എക്സ്ട്രാ ഓർഡിനറി തിങ്സ്. സാധാരണക്കാരായ മനുഷ്യരെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിച്ചു. ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ദൈവം അവരെ കൊണ്ട് അത്ഭുതം ചെയ്യിച്ചതായിട്ട് നമ്മളിവിടെ വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണം? ബിക്കോസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് അറ്റ് വർക്ക്. ദൈവാത്മാ അവിടെ പ്രവർത്തിക്കുക, അതിൻ്റെ കൺട്രോളിലായിരുന്നു. ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അധിവാസമുണ്ടായി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ദ നീഡ്, അതായത് നെസസിറ്റി, അല്ലെങ്കിൽ ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല, ഒരു സുഭിക്ഷതയല്ല. ഇറ്റ്സ് എ നെസസിറ്റി. അത്യാവശ്യമാണ്. അതെല്ലാവരും ഓർത്തോണം. ജീവിതത്തെ, ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ബലകരമായി ജീവിക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ ശക്തി വേണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിയിലെ കീ വേഴ്സാണ്, അല്ലെങ്കിൽ താക്കോൽ വാക്യമായി സാക്ഷികൾ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 29 പ്രാവശ്യം അപ്പോസ്തലപ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്ക്. അപ്പോൾ ഈ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്തോ? A witness is somebody who tells about and hear about what he says. അല്ലെങ്കിൽ he says about what he hears and he knows. താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ പറയുന്നവനാണ് സാക്ഷി. ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ ഒരു സാക്ഷിയെ വിസ്തരിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് he doesn't want to hear his opinion or his ideas. അവൻ്റെ ആശയങ്ങളോ അവൻ്റെ അഭിപ്രായങ്ങളോ ഒന്നുമല്ല ജഡ്ജിക്ക് കേൾക്കേണ്ടത്. അവൻ ആ പ്രത്യേക വസ്തുതയെ സംബന്ധിച്ച് കണ്ടതെന്തോ കേട്ടതെന്തോ എന്തോ അറിയാവുന്ന അതാ പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാവുക എന്ന് പറയുന്നത് എന്തോ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനെ കണ്ടത്. പത്രോസ് പറയും മഹിമ കണ്ട സാക്ഷികളായി. ആൻഡ് വി ഹാവ് ദ എക്സ്പീരിയൻസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവായിട്ടുള്ള നല്ല അനുഭവങ്ങൾ അനുഭവിച്ചത് മറ്റുള്ളവരോട് പറയാൻ, സാക്ഷികളാകാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനാ പവർ. ഒരുതിന് പവർ കിട്ടിയെങ്കിൽ അവനെക്കാട്ടി കൂടുതൽ പവർ എനിക്കുണ്ട്, കൃപയുണ്ടെന്നൊന്നും പറഞ്ഞ് നകളിക്കാനല്ല. കർത്താവിൻ്റെ സന്നിധി വിനയപ്പെട്ട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ, പ്രയോജനപ്പെടാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. നല്ല സാക്ഷികളായിരിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ആത്മാക്കളുടെ രക്ഷ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഈ നാളുകളല്ലേ. We hear about salvation. അത് നല്ല കാര്യം. എല്ലാ ദൈവജനവും കർത്താവിൻ്റെ സാക്ഷികളായിരിക്കണമെന്നും പിന്നെ നഷ്ടപ്പെടുന്നവരോട് രക്ഷയെക്കുറിച്ച് പറയണമെന്നൊക്കെ ഉള്ളത് ദൈവത്തിൻ്റെ ആലോചനയും കൽപ്പനയും. പക്ഷേ എല്ലാവരും കൊണ്ടും ദൈവസന്നിധിയിൽ ആൾക്കാരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാനും ദൈവസന്നിധി സമർപ്പിക്കാനും ഒന്നും കഴിയത്തില്ല. എല്ലാവരും അതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണെങ്കിൽ തന്നെ, അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ, എങ്കിൽ തന്നെ ഒരു കാര്യം പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്താ? ഹല്ലേലൂയ. എന്തുവാ ഒരു കാര്യം? എല്ലാ ക്രിസ്ത്യാനികൾക്കും, എല്ലാ വിശ്വാസികളെന്ന് എടുത്ത് പറയട്ടെ, ദൈവത്തിൻ്റെ നല്ല സാക്ഷികളായി, ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്, വിശ്വസ്ത സാക്ഷികളായിരിക്കാൻ കഴിയും കേട്ടോ. എ ട്രൂ വിറ്റ്നസ് ഡെലിവറത്ത് സോൾസ് എന്നാണ് സദൃശവാക്യം 14:25 പറയുന്നത്. വെച്ചാൽ വിശ്വസ്ത സാക്ഷി ആത്മാക്കളെ വിടുവിക്കുന്നു, രക്ഷിക്കുന്നു. വലിയ പ്രസംഗിച്ചില്ലെങ്കിലും നല്ല സാക്ഷികളായിരുന്നാൽ ആത്മാക്കൾ അതുകൊണ്ട് വിടുവിക്കപ്പെടും. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞെന്ന് തോന്നും, 40-ാം സങ്കീർത്തനത്തിൽ അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഇത് കണ്ട അനേകർ ഭയപ്പെട്ട യഹോവയിൽ ആശ്രയിക്കും. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ശരിയായിരിക്കുകയും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കപ്പെടണം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ.
സ്നേഹത്തോടെ പറയട്ടെ, നല്ല സാക്ഷികളായിരിക്കാം. ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിന് നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്വർഗാരോഹണത്തോട് ബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞ അതിമഹത്തായ ഒരു പ്രസ്താവന കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അതും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളാണ്. അതിങ്ങനെ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനും ബോധം വരുത്തും. ശ്രദ്ധിച്ചോ? ഞാൻ പോകുന്നത് പ്രയോജനം. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അറിയാമല്ലോ. പരിശുദ്ധാത്മാവ് വരുമ്പം ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. കൺവിക്സ് ദ വേൾഡ് ഓഫ് ഇറ്റ്സ് സിൻ. ലോകത്തെ പാപത്തിന് ബോധ്യപ്പെടുത്തുമെന്ന്. എന്ന് വെച്ചാൽ പാപം എന്ന് വെച്ചാൽ അൺബിലീഫ്, അവിശ്വാസം. കർത്താവ് വിശ്വസിക്കാത്ത ഏറ്റവും വലിയ പാപം. നീതി എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നീതീകരണം. അത് പ്രാപിക്കുന്നതിനെക്കുറിച്ചുള്ള ബോധം ദൈവാത്മാവ് നൽകും. പിന്നെ ന്യായവിധി, ജഡ്ജ്മെൻറ്റ്. എന്തോ ജഡ്ജ്മെൻറ്റ്? അന്ത്യന്യായവിധിയുണ്ട്. അതല്ല, പിശാചിനെ കാൽവറിയിൽ ദൈവം തകർത്ത ന്യായവിധി. ദ ജഡ്ജ്മെൻറ്റ് ഓഫ് സൈറ്റൻ ദാറ്റ് ഈസ് ഡൺ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഇതുകൂടെ നമ്മൾ വിശ്വസിക്കണം. കർത്താവിൻ്റെ അടുത്ത് വരുന്നവനും ആ വിടുതലുണ്ട്. അതിനുവേണ്ടിയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഇതാണ് ഈ 3 കാര്യം ഇവിടെ ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ഒരു അറിവ് നമുക്ക് ലഭിക്കും. യോഹന്നാൻ 14:16 സത്യത്തിൻ്റെ ആത്മാവ് എന്ന് നമ്മൾ വായിച്ചല്ലോ ആദ്യം, അല്ലേ? അപ്പോൾ എന്തോ എന്നറിയാമോ? അപ്പോൾ ഈ വാക്കിന് പാരക്ലീറ്റ എന്നാണ് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന വേർഡ്. പാരക്ലീറ്റയിന് പല വേർഡുണ്ട്, പല അർത്ഥമുണ്ട്. അതിന് കാര്യസ്ഥൻ എന്നുണ്ട്, ആശ്വാസപ്രദൻ എന്നുണ്ട്, പിന്നെ സഹായി എന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ കംഫർട്ടർ എന്ന ഒരു വാക്കുണ്ട്. ആശ്വാസപ്രദൻ, കംഫർട്ടർ. എന്താ ഈ കംഫർട്ടർ എന്ന് പറഞ്ഞത്? എന്തോ അതിനർത്ഥം? ക്ഷീണിച്ചു പോകാൻ ചിലപ്പോൾ, അല്ലേ? പിന്നിലോട്ട് പോയെന്ന് തോന്നും. അപ്പം നമ്മളെ ആശ്വസിപ്പിക്കുന്ന. നമുക്കറിയാം, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൻ ഇപ്പോഴും കാണാം, നമ്മളെ ഈ ഒളിമ്പിക്സിലും മറ്റേതിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കാണാം, ഓട്ടത്തിൽ ഇറങ്ങുന്നവരെ ചിലർ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിയാണെങ്കിൽ അത് ക്ഷീണിക്കുമ്പോൾ അപ്പ് 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 എന്ന് പറയുമ്പോൾ ഈ ക്ഷീണിച്ച് പോകുന്നവന് ഒരു ഉന്മേഷം കിട്ടുമല്ലേ? പെട്ടെന്ന് മുന്നോട്ട് ഒരു ഒതുക്കി വെച്ച് ഓടുന്ന കാണും. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദൻ. അതാണ് നമുക്ക് ചെയ്തു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാര്യസ്ഥനായിരുന്നുകൊണ്ട്, ആശ്വാസപ്രദനായിരുന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. പേരെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട, എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതെന്ന്. എന്നേക്കും കൂടെ ഇരിക്കും പരിശുദ്ധാത്മാവ്. ഇതെന്തൊരു അനുഗ്രഹമാണ്. കല്യാണ സമയത്ത് ശുശ്രൂഷകൻ രണ്ടുപേരെയും കൂടി നിർത്തിച്ച് എന്താ പറയുക പ്രാർത്ഥിക്കുമ്പോൾ? മരണം വരെ വിശ്വസ്തരായിരുന്നു അന്യോന്യം. മരണം വരെ ഉള്ളൂ. പക്ഷെ മരണത്തിനപ്പുറം നമ്മെ പരിപാലിക്കും. എന്നേക്കും കൂടെ ഇരിക്കുന്ന ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എന്തൊരു അഷുറൻസ് ആയത്. ഇന്നത്തെ ആ സാഹചര്യം കൂടെ, ആ കോണ്ടക്സ്റ്റ് കൂടെ നിങ്ങൾ നോക്കിയാൽ, ശിഷ്യന്മാരിയ്ക്കുന്ന സാഹചര്യം, വേദനിച്ചിരിക്കുക, കർത്താവ് പോവുക, ഇനി എന്തോ. No, 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 you don't need to worry about that. I will send you a comfort that he may dwell with you all the days. നിന്റെ ജീവിതത്തിൽ എന്നും നിന്നോടുകൂടെ ഇരിക്കാൻ ഞാൻ കാര്യസ്ഥനെ അയക്കാം. ദൈവത്തിന് സ്തോത്രം. ആശ്വാസപ്രദനെ അയക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിന് സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ 14:17 നമ്മളിത് വായിക്കുന്നത്, 16-17 വായിക്കുന്നത് 4 പ്രാവശ്യം അവൻ എന്നായി പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്തോ അർത്ഥം എന്തോ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതൊരു കേവലം ശക്തിയല്ല കേട്ടോ, ഒരു വ്യക്തിയാണ്.
It's not merely a power, it's a person. ഇതെല്ലാവരും മനസ്സിലാക്കും. ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് ഹോളി സ്പിരിറ്റ് ടേക്ക് ദ കൺട്രോൾ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മീറ്റിംഗൊക്കെ നടന്ന കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിതം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് സ്തോത്രം ചെയ്യാം. എന്നേക്കും കൂടെ ഇരിക്കുന്ന പഴയ നിയമത്തിൽ അല്ലെ ആത്മാവിനെന്തോ വന്നു പോകുന്ന ആത്മാവായിരുന്നു കേട്ടോ. ദാവീദിന്റെ മേലെ, ശിംശോന്റെ മേലെ, ഗിദെയോന്റെ മേലെ, ബാരാക്കിന്റെ മേലെ ഒക്കെ, ഇബ്താഹിന്റെ മേലെ ഒക്കെ പരിശുദ്ധാത്മാവ് വന്നു പോയിക്കൊണ്ടിരുന്നു. In the New Testament, we have the privilege of having the Holy Spirit all the time. എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാന്തരീക്ഷം എത്ര ഹാർമോണിയസ് എന്നറിയാം, എത്ര മനോഹരമെന്നറിയാമോ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അഡ്വക്കേറ്റ് ഒന്നുകൂടെ ഒരു വാക്ക് ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനർത്ഥത്തിൽ വരുമ്പോൾ ഈ പാരാക്ലീറ്റായി. അഡ്വക്കേറ്റ് എന്തുവാ? നമ്മുടെ തെറ്റുകളെ കുറിച്ച് വാദിക്കുന്നവനല്ല കേട്ടോ. പിന്നെന്തുവാന്നറിയാം? നമ്മുടെ കഴിവില്ലായ്മയെ നമ്മളോട് ഒന്നിച്ചു നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. ശത്രു നമ്മളെ ക്ഷീണിപ്പിച്ച് കളയാൻ, കുറ്റം പറഞ്ഞ് ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നവനായി കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹെൽപ്പറാണ്, സഹായിയാണ്. തക്ക സമയത്ത് സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ പരിശുദ്ധാത്മ ശക്തി നിനക്കുണ്ടോ? കർത്താവ് പറഞ്ഞു, യെരൂശലേമിൽ പാർക്കണം. നിങ്ങൾ യെരൂശലേമിൽ തന്നെ വസിക്കണം, കാർക്കണം, കാത്തിരിക്കണം. till he receive the power. പിതാവിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. നോട്ട് ഡിയർലി, ചുമ്മാ കുത്തിയിരിക്കാന്നല്ല, ആത്മാർത്ഥമായി ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവജനമേ, ദൈവത്തിനെ ശ്രദ്ധിക്കുന്നവരെ, ആധുനിക ലോകത്തിലെല്ലാം ഉണ്ട്. യു ഹാവ് സഫിഷ്യന്റ് നോളജ്. നല്ല അറിവുണ്ടല്ലേ? ബട്ട് നോളജ് alone is not enough. അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല. യു ഹാവ് എനഫ് എക്സ്പീരിയൻസ്. ധാരാളം അനുഭവങ്ങളുണ്ട്. ദാറ്റ് alone will not help you. അത് നിങ്ങളെ സഹായിക്കത്തില്ല. യു ഹാവ് എനഫ് മണി. ധാരാളം പണമുണ്ട്. ബട്ട് മണി വിൽ നോട്ട് ഹെൽപ്പ് യു ഇൻ ഓൾ ദ വേ. പണം എല്ലാത്തിലും സഹായിക്കത്തില്ല. സഹായിക്കുമോ? എല്ലാം കൊണ്ട് നടക്കത്തില്ല. ദൈവത്തിന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ശ്വസിക്കുന്ന ശ്വാസം ഫ്രീയായിട്ട് ദൈവം തന്നിരിക്കുന്നതല്ലേ? എത്ര നാളായി, എത്ര കാശിപ്പം കൊടുക്കേണ്ടി വന്നേനെ? സുഖമില്ലാതെ ഹോസ്പിറ്റലൊന്നും ആയിക്കേ, ഒരു ഓക്സിജൻ തരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, 1 മണിക്കൂറിന് എത്ര കാശാവും എന്നറിയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശാന്തമായി പരിശോധിക്കണം. മനുഷ്യനെ സഹായിക്കാൻ കഴിയാത്ത, പണം കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാത്ത ഉന്നതമായ ദൈവങ്ങളുടെ കരം നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ താങ്ങി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ, റോക്ക്ഫെല്ലർ എന്ന് പറഞ്ഞ ലോകത്തിലെ കോടീശ്വരനായിരുന്നൊരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് ഒരു വലിയ അസുഖം പിടിച്ച 55-ാമത്തെ വയസ്സിൽ അൾസർ. ഒന്നും കഴിക്കാൻ വയ്യ, ഒരു വക വയറ്റി കൊണ്ടെടുത്ത്. എന്ത് ചെയ്യും? പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. പക്ഷേ he had the privilege of getting know about Jesus. യേശുവിനെ അറിയാനും ദൈവത്തിനെ ഉൾക്കൊള്ളാനും ഒരു ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യൻ 93 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പം പണമല്ല, ദൈവമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കാര്യം. ഈ മണിക്കൂറുകൾ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിനക്കെല്ലാം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടോ? ഒരു അഡ്വക്കേറ്റായി, ഒരു പാരാക്ലീറ്റായി, ഒരു അഡ്വൈസറായി, ഒരു കൗൺസിലറായി കൂടണമെന്ന് ഉറപ്പുവരുത്താമോ? ഇൻ ഓൾ ദ ഹ്യൂമിലിറ്റി, ഏറ്റവും വിനയത്തോടെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദുഷ്ടശക്തികൾ പ്രബലപ്പെടുന്ന ഈ ലോകത്തിൽ ശക്തി പ്രകടനങ്ങളും അന്ധകാര ശക്തികളുടെ ഡൊമിനിക് പവർ, അന്ധകാര പൈശാചിക ശക്തികൾ പ്രബലപ്പെടുന്നു. അതിൻ്റെ പിന്നാലെ ലോകം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മശക്തി നിറയപ്പെടാൻ, അതിനെ ജയിക്കാൻ ശക്തി വേണം. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് ശിഷ്യന്മാർക്ക് ഇത് വാഗ്ദത്തം ചെയ്തു. നമുക്കുമുണ്ട്. നമുക്ക് ഈ വാഗ്ദത്തം കടന്നു പിടിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. എവിടെ നീ പരാജയപ്പെട്ടോ അവിടെ നിന്നെ സഹായിപ്പാൻ, എവിടെ നീ വീണുപോയി അവിടെ നിന്നെ ഉദ്ധരിക്കാൻ. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം ഈ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ കൃപ ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. The power from above, ഉയരത്തിലെ ശക്തി, the Holy Spirit. ഹല്ലേലൂയ. എവിടെയാ ആരാധനയ്ക്ക് കൂടി വരുമ്പം സഭായോഗത്തിലും അല്ലെ പള്ളി കൂടി വരുമ്പോൾ അവിടുത്തെ ഭക്തിയല്ല, ഡെയിലി ലൈഫ്, ജീവിതത്തിന്റെ നിത്യ ജീവിത പ്രവാഹം. പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ്. പാപത്തിലെ പരീക്ഷ വരുമ്പോൾ പരാജയപ്പെട്ടു പോകാതിരിക്കും. ഹോളി സ്പിരിറ്റ് വിൽ കൺട്രോൾ യു. ഹല്ലേലൂയ. ഇവരുടെ ലളിതമായി പറഞ്ഞാൽ പറയട്ടെ, ഒന്നിച്ച് കൂടി വരുന്നിടത്തല്ല പരിശുദ്ധാത്മ, അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞു പോകുമ്പോഴാണ് പരിശുദ്ധാത്മ ശക്തി വേണ്ടത് കേട്ടോ. പരിശുദ്ധാത്മ, ഹോളി സ്പിരിറ്റ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ ഉറപ്പുണ്ടോ? ഉള്ളവർക്കായി സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം നൽകിയ ഈ വാഗ്ദത്തം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ, ശത്രുദോഷങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ട് ഇല്ലാതായി പോകാൻ ഇടവരാതെ ദൈവങ്ങളോട് ശരണപ്പെട്ടുകൊണ്ട് കർത്താവേ നിന്റെ ശക്തി എന്നിലേക്ക് പകരണം, ആത്മാവിനാലേനം നിറയ്ക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ഗോഡ് വിൽ ഹെൽപ്പ് യു. എത്ര പേർക്ക് താല്പര്യമുണ്ട്? കണ്ണുകളടയ്ക്കാം, തലകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വകരമായ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ എന്നും ഇരിക്കേണ്ടതിന് നിത്യസഹായിയായി ഹല്ലേലൂയ ഞങ്ങളോടുകൂടെ ഇരിക്കാൻ നൽകിയ പരിശുദ്ധാത്മാവിനായി സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നത് കർത്താവേ, ഞങ്ങൾ നിന്നെ നല്ല സാക്ഷികളായിരിക്കാൻ, വിശ്വസ്ത സാക്ഷികളായിരിക്കാൻ, അതിന് നീ ഞങ്ങളെ സഹായിക്കുന്നതിനായി അല്ല. ഈ മണിക്കൂറുകളെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് മാത്രം അറിഞ്ഞവരായിരിക്കാനല്ലല്ലോ, യഥാർത്ഥമായി ഈ അനുഭവം ശക്തി ലഭിച്ചവരായി കർത്താവേ ശക്തിയോടെ നിന്നെ പറയാൻ, നിന്റെ നല്ല സാക്ഷികളായി തീരാൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ പരാജയപ്പെട്ടു പോകാതെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, നല്ല സഹായിയായി, നല്ല അഡ്വൈസറായി, നല്ല അഡ്വക്കേറ്റായി നീ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് എന്നേക്കും കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവേ, അനിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥന. കൃപയുടെ കരം താങ്ങണം. ജീവിതത്തിൻ്റെ ഭാരങ്ങളുള്ളവരെ അതിൽ നിന്ന് വിടുവിച്ച് ശക്തീകരിക്കും. നന്മകളാൽ നിറയ്ക്കണം കർത്താവേ. നിന്റെ വരവിന് വേണ്ടി പരിശുദ്ധാത്മശക്തിയിൽ ക്ഷീണിച്ചു പോകാതെ ഒരുങ്ങി നിൽക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. സ്വർഗം മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.